Question number 9. The product of all solutions of the given equation. അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസിൻ്റെയും പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരിയാ, തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. എന്നിട്ട് ആ റൂട്ടുകളുടെ എല്ലാം കൂടി പ്രോഡക്റ്റ് എടുക്കാം. തന്നിരിക്കുന്ന ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രണ്ട് സൈഡിലും ലോഗ് എടുത്താൽ ആദ്യത്തെ സൈഡ് ഇ റൈസ് ടു എക്സിൻ്റെ മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഗ് എടുക്കുമ്പോൾ ആ പവർ ആയിരിക്കും നമുക്ക് അവിടെ വരിക. അപ്പോൾ നമുക്ക് ആദ്യത്തെ സൈഡിൽ ലോഗ് എടുത്താൽ എന്താ കിട്ടുക മക്കളെ? 5 ഇൻറ്റു ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇസ് ഈക്വൽ ടു. ഇനി അടുത്ത സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ ലോഗരിതം ഓഫ് എക്സ് റൈസ് ടു 8, അതിനെ എനിക്ക് 8 ഇൻറ്റു ലോഗ് എക്സ് എന്നെഴുതാമല്ലോ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ലോഗ് എക്സിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ആണ് കിട്ടുന്നത്. 5 ഇൻറ്റു ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 8 ഇൻറ്റു ലോഗ് എക്സ് അല്ലേ പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ലോഗ് എക്സിൻ്റെ രണ്ട് വാല്യൂസ് കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു 1 or 3/5 എന്നാണ് കിട്ടുന്നത്. ലോഗ് എക്സ് 1 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു 1 ആകും അല്ലേ. ഇനി അതല്ല ലോഗ് എക്സ് 3/5 ആണെങ്കിൽ എക്സ് എന്താ വരിക? ഇ റൈസ് ടു 3/5 ആണ്. അപ്പോൾ നമുക്കിതാ രണ്ട് റൂട്ട്സും കിട്ടിക്കഴിഞ്ഞു. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് ഏതൊക്കെയാ അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്താ? എക്സ് ഇസ് ഈക്വൽ ടു ഇയും എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 3/5. നമുക്ക് വേണ്ടത് എന്താ? ഇവരുടെ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എടുക്കാം. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഇസ് ഈക്വൽ ടു ഏതിൻ്റെയൊക്കെയാ? ഇ ഇൻറ്റു ഇ റൈസ് ടു 3/5 ഇവരുടെ പ്രോഡക്റ്റ് അല്ലേ. അതായത് ഇ റൈസ് ടു 1 + 3/5 വരില്ലേ. അതായത് ഇ റൈസ് ടു 8/5 ആൻസർ ആയിട്ട് വരും. ഇ റൈസ് ടു 8/5 എന്നുള്ളത് ഓപ്ഷൻ 1 വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ 1 ആണ് ശരിയാകുന്നത്. ക്ലിയർ ആണല്ലോ.